തവക്കുൽ യഥാവിധം നിർവഹിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഡിപ്രഷന്റെ മരുന്ന് കഴിക്കേണ്ടി വരില്ല, അയാൾക്ക് ആത്മഹത്യയുടെ വഴി തേടേണ്ടി വരില്ല. തവക്കുൽ എന്ന വെളിച്ചമുള്ള വഴി ലോകത്തെ കോടിക്കണക്കിന് മനുഷ്യരുടെ ശാന്തിയുടെ തീരമാണ്, ഇടമാണ്. എല്ലാം റബ്ബിൽ ഏൽപ്പിക്കുന്നു എന്നത് ഒരുപാട് ആളുകൾക്ക് ആശ്വാസം പകരുന്ന ഒന്നാണ്. തവക്കുൽ മനുഷ്യൻ ചെയ്യുന്നത്, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തവക്കുൽ ചെയ്യാന്ന് പറയുന്നത് വളരെ നിർബന്ധമായൊരു കാര്യമാണ്. അത്തവക്കുൽ അലല്ലാഹി വാജിബുൻ മിൻ അഅ്ളമിൽ വാജിബാത്ത്, പണ്ഡിതന്മാരെ രേഖപ്പെടുത്തി വെച്ചു. അള്ളാഹുൽ തവക്കുലാക്കുക എന്ന് പറയുന്നത് ഒരു ഓപ്ഷനല്ല, വേണ്ടവർ ചെയ്യേണ്ട, പറ്റുന്നവർ ചെയ്യേണ്ട, കഴിയുന്നവർ ചെയ്യേണ്ട ഒരു കാര്യമല്ല. തവക്കുലാക്കുക എന്നത് ഒരു വാജിബാണ്. കമാ അന്നൽ ഇഖ്ലാസ ലില്ലാഹി വാജിബുൻ, ഇഖ്ലാസോടുകൂടെ അമല് ചെയ്യുക എന്നത് ഏതുപോലെ വാജിബാണോ അതുപോലെ വാജിബാണ് തവക്കുലാക്കുക എന്നത്. അഥവാ ഒരു അമല് ചെയ്യുമ്പോൾ ആ അമല് കൊണ്ട് ഉദ്ദേശിക്കേണ്ടത് എന്താണ്? നമ്മളൊരു 10 ഉറുപ്പ്യ ഒരാൾക്ക് എടുത്തു കൊടുക്കുകയാണ്, അവിടെ ഉണ്ടാകേണ്ട ഇഖ്ലാസ് എന്താ? ഇതിന്റെ പ്രതിഫലം എനിക്ക് റബ്ബ് തരണം, അതല്ലാതെ ഈ പിരിക്കാൻ വന്ന ആളെ തൃപ്തിപ്പെടുത്തണം എന്നതല്ല. അതോടെ അതിന്റെ പ്രതിഫലം പോയി എന്ന് മാത്രമല്ല, അത് അയാൾക്കെതിരായി മാറി. ഒരാള് ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ വേണ്ടി വരികയാണ്, എന്താ അതിന്റെ ഇഖ്ലാസ് എന്ന് പറയുന്നത്? ഇഖ്ലാസ് ഉണ്ടാകണം നമ്മൾ പറയും. എന്താ അതിന്റെ ഇഖ്ലാസ് എന്ന് പറയുന്നത്? ആ ജമാഅത്ത് നമസ്കാരത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിക്ക് നൽകേണ്ട പുണ്യങ്ങൾ എന്തൊക്കെയാണോ ആ പുണ്യങ്ങളൊക്കെ എനിക്ക് കിട്ടണം. നമ്മളുടെ ഒരു തൊഴിൽ അത് നമ്മൾ ശരിക്ക് ചെയ്യാണ്. മുതലാളി ഒന്നും അവിടെ അല്ല, ഏതോ ഗൾഫിലുള്ള ഒരാളാണ്, അയാളെ പറമ്പിലെ തേങ്ങ പറിക്കുകയാണ്. അപ്പോ ആരും കാണുന്നില്ല, ഞാൻ ഒരു 10 മണിക്ക് ഇറങ്ങിയിട്ട് ഒരു 3 മണിക്ക് കയറിപ്പോട്ടെ, ഇല്ല, ഞാൻ ആ സമയം കൃത്യമായിട്ട് പാലിക്കും. ഞാൻ അവിടെ 25 മിനിറ്റ് നിസ്കരിച്ചൊന്ന് റെസ്റ്റ് ചെയ്യാൻ എടുത്ത സമയമുണ്ട്, ആ സമയം പോലും അഡീഷണൽ എടുത്ത് ഞാൻ 5:25 പോരുള്ളൂ എന്ന് ചിന്തിക്കണം. എന്തുകൊണ്ടാ? അവിടെ ഒരു ഇഖ്ലാസ് എന്നുള്ളൊരു വലിയ ഒരു കാര്യം ഇവിടെ യഥാർത്ഥത്തിൽ മനസ്സിലുണ്ട്. അപ്പൊ ഇഖ്ലാസ് ഏതുപോലെ നിർബന്ധാണോ അതുപോലെ നിർബന്ധാണ് തവക്കുൽ. വാ ഹുബ്ബല്ലാഹി വ റസൂലിഹി വാജിബുൻ, അല്ലാഹുവിനെ റസൂലിനെ ഇഷ്ടപ്പെടൽ ഏതുപോലെ വാജിബാണോ അതുപോലെ വാജിബാണ് തവക്കുൽ. വഖദ് അമറല്ലാഹു ബിത്തവക്കുലി ഫീ ഗൈരി ആയാത്തിൻ അഅ്ളമ മിമ്മാ അമറ ബിൽ വുളൂഇ വൽ ഗുസ്ലി മിനൽ ജനാബ. ജനാബത്തിന് കുളിക്കാൻ വേണ്ടി പടച്ചോൻ കൽപ്പിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഉളൂ കൊണ്ട് കൽപ്പിച്ചിട്ടുണ്ട്. അതിലേറെക്കെ പ്രാധാന്യത്തോടു കൂടി അള്ളാഹു തവക്കുൽ കൊണ്ട് കൽപ്പിച്ചിട്ടുണ്ട് എന്നാണ്. അതിലേറെക്കെ എത്രയോ പ്രാധാന്യത്തോടെ കൽപ്പിച്ചിട്ടുണ്ട്. മാത്രല്ല വഖദ് വറദ ലഫ്ദു തവക്കുൽ ഫിൽ ഖുർആനി 42 42 വട്ടം തവക്കുലുമായി ബന്ധപ്പെട്ട കാര്യം അള്ളാഹു ഖുർആനിലൂടെ പറഞ്ഞിട്ടുണ്ട്. 42 വട്ടം തവക്കുലുമായി ബന്ധപ്പെട്ട കാര്യം, അതിലധികം തവണ തവക്കുലുമായി ബന്ധപ്പെട്ട കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറഞ്ഞിട്ടുണ്ട് എന്നാണ്. അപ്പൊ അതുകൊണ്ട് ഞാനിവിടെ പറയാൻ ശ്രമിക്കുന്ന കാര്യം, തവക്കുലാക്കണം നമ്മളിങ്ങനെ പറയും, എന്നാൽ അതെന്താണ്, അതിന്റെ മഹത്വങ്ങൾ എന്താണ്, അതിന്റെ പ്രാധാന്യം എന്താണ്, അതെങ്ങനെ നിർവഹിക്കാൻ കഴിയും എന്നത് സംബന്ധിച്ചാണ് ചില കാര്യങ്ങൾ നമ്മൾ ഇന്ന് പറയാൻ വിചാരിക്കുന്നത്. അള്ളാഹു ശരിയായി പഠിക്കാനും മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നോക്കൂ, നിങ്ങൾ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലയുടെ ഒരു വാചകത്തിലുണ്ട് തവക്കുലിന്റെ ശക്തി. ശരിക്കും ശ്രദ്ധിക്കുക, തവക്കുലിന്റെ ശക്തി. ഒരാൾക്ക് യഥാവിധി തവക്കുലുണ്ടെങ്കിൽ ഇവിടെ എന്തും സംഭവിക്കും. പടച്ചോൻ പറഞ്ഞു കൊടുത്തും പടച്ചോന്റെ റസൂല് പറഞ്ഞു കൊടുത്തും ഞാൻ അങ്ങോട്ട് നിൽക്കുമെന്നത് റബ്ബിനെയും റസൂലിനെയും പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ടൊരു വ്യക്തി നിർവഹിക്കുകയാണെങ്കിൽ ഭൂമിയിൽ മഹാ അത്ഭുതങ്ങൾ തവക്കുൽ കൊണ്ടുണ്ടാകും എന്നാണ്. അതിന്റെ തെളിവാണ് മൂസ അലൈഹിസ്സലാമയും അദ്ദേഹത്തിന്റെ സംഘവും. മൂസ അലൈഹി ഇസ്ലാമിനെ വിശ്വസിച്ചത് ഒരു കൊച്ചു സംഘമാണ്. അവരുമായിട്ട് ഉള്ള ആ വിശ്വാസത്തിന്റെ നിലപാടിൽ ഉറച്ച അദ്ദേഹം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ആ എണ്ണങ്ങനെ വർദ്ധിച്ചു വരികയാണെന്ന് കണ്ടപ്പോ തൻ്റെ വീട്ടിൽ തൻ്റെ ചെലവിൽ വളർന്ന, തൻ്റെ സുരക്ഷിതത്വത്തിൽ വളർന്ന മുഴുവൻ, ആ കാലത്ത് ജനിച്ച മുഴുവൻ കുഞ്ഞുങ്ങളെയും പട്ടാളക്കാര്, ഗർഭിണികൾ പ്രസവിച്ചാൽ നേരെ ആ കുഞ്ഞിന്റെ ലൈംഗികാവയവത്തിലേക്ക് നോക്കും, ആണാണെന്ന് ബോധ്യപ്പെട്ട നേരെ കഴുത്തെടുത്ത് ഒരു കോഴിക്കുഞ്ഞിനെ അറക്കണില്ലറ ലാഘവത്തോടെ അറുത്ത് മുന്നിലേക്ക് ഇട്ടെടുത്ത് കരയുന്ന ആ പെണ്ണിന്റെ ഉമ്മയുടെ കണ്ണീരിന് ഒരു വിലയും കൊടുക്കാതെ ഏകഛത്രാധിപതി തന്റെ ഭരണം നയിച്ച കാലത്താണ് അയാളുടെ വിരിയിലും അയാളുടെ റൂമിലും അയാളുടെ വീട്ടിലെ തൊട്ടിലും അയാളുടെ ചെലവിലും നോക്ക് നിങ്ങൾ, മഹാനായ മൂസ അലൈഹി ഇസ്ലാമിയുടെ ഉമ്മ ആ കുഞ്ഞിന് പാല് കൊടുക്കണേന് രാജാവ് ശമ്പളം കൊടുത്തിരുന്നു എന്നാണ്. ഈ കുഞ്ഞ് ഈ സ്ത്രീയുടെ ഉമ്മയാണെന്ന് അറിയാതെ
ചരിത്രമൊക്കെ നിങ്ങൾക്കൊക്കെ അറിയാലോ, ഞാൻ ആ ചരിത്രം നീട്ടി പറയാനുള്ള, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അങ്ങനെ വളർന്ന അദ്ദേഹം കടലിന്റെ മുന്നിൽ എത്തുകയാണ്. മത്സരത്തിൽ സാഹിറന്മാർ പോലും അദ്ദേഹത്തിന്റെ കൂടെ നിന്നു. മൂസ അലൈഹി ഇസ്ലാമിനെ പരാജയപ്പെടുത്താൻ വേണ്ടിയാണ് സാഹിറന്മാരെ കൊണ്ടുവന്നത്. പക്ഷേ സാഹിറന്മാരുടെ സിഹിറിനെ അദ്ദേഹത്തിന്റെ മുഅ്ജിസത്ത് അതിജീവിച്ചു. സാഹിറന്മാർ ചെയ്തത് അവരുടെ കഴിവാണ്, ശൈത്താൻ ഉപയോഗിച്ചിട്ട് അവർ നടത്തിയ കഴിവാണ്. എന്നാൽ മൂസാ നബി അലൈഹി സ്വലാം ചെയ്തതോ അത് ശൈത്താനെ കൊണ്ടുള്ള കളിയല്ല, അത് അള്ളാഹു അദ്ദേഹത്തിലൂടെ പ്രകടമാക്കിയ സിദ്ധിയാണ്. മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ അതാണ്. മുഅ്ജിസത്ത് ഒരിക്കലും പ്രവാചകന്മാരെ കഴിവല്ല. പ്രവാചകന്മാരെ കഴിവാണെങ്കിൽ അൽ ഖിയാസാക്ക, നീ നിന്റെ വടി ഇട് എന്ന് പറഞ്ഞപ്പോ ആ വടി പാമ്പായപ്പോ അദ്ദേഹം പേടിക്കൂലായിരുന്നു, അല്ലെ? ആ വടി പാമ്പായപ്പോ അദ്ദേഹം പേടിച്ചത് എന്തുകൊണ്ടാ? ഇത് വടിയാണ്, ഇതിന് പാമ്പാകാനുള്ള കഴിവുണ്ടെന്ന് ഇടുമ്പോ അദ്ദേഹത്തിന് അറിയില്ല. അപ്പൊ പടച്ചോൻ പറഞ്ഞു ബേജാറാണ്ട, അവരുണ്ടാക്കിയതൊക്കെ ഈ പാമ്പ് വിഴുങ്ങി. അപ്പൊ അദ്ദേഹം വടിയെടുത്തു. വിശദമായിട്ട് നമുക്ക് ആ മസല വേറൊരു സമയത്ത് പറയാം. അങ്ങനെ അവസാനം അവരെന്ത് ചെയ്യുന്നു? സുജൂദിൽ വീണ് അവർ ഇസ്ലാം സ്വീകരിക്കുന്നു. അവർ ഇസ്ലാം സ്വീകരിച്ചപ്പോൾ അവരെ കൊല്ലാൻ തീരുമാനം എടുക്കുകയാണ്. അപ്പൊ അവര് നേരെ പോകണ്, ഹിജ്റ പോകാണ്. ഓടി പിന്നിൽ ഫിറൗനിന്റെ സൈന്യത്തിന്റെ ശബ്ദം കേൾക്കാം. അവർ ഓടി കടപ്പുറത്തെത്തുന്നു. അവിടുന്ന് ഇനി അങ്ങോട്ട് പോകാൻ വയ്യ. അപ്പൊ ആളുകളൊക്കെ ഭയക്കുമ്പോ മുസ എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് പറയുമ്പോ അദ്ദേഹം പറയുന്നുണ്ട്, ഇന്ന മഅി റബ്ബി സയഹ്ദീൻ, എന്റെ റബ്ബ് എന്റെ കൂടെയുണ്ട്. ഇതാണ് തവക്കുൽ. പടച്ചോൻ ഹക്കാണ്, പടച്ചോൻ പറഞ്ഞിട്ടാണ് ഈ പണിക്ക് നിന്നത്. ഇത് പടച്ചോൻ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിക്കും എന്ന ബോധ്യം. ഇന്ന മഅി റബ്ബി സയഹ്ദീൻ, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, ആ റബ്ബ് എനിക്ക് വഴി കാണിക്കും. അപ്പോഴാണ് ആ വടി കയ്യിലുണ്ടല്ലോ, ആ വടിയുടെ സിദ്ധിയൊക്കെ അദ്ദേഹത്തിന് അറിയായിരുന്നെങ്കിൽ നേരെ കടലിൽ അടിച്ചാൽ പോരെ. അദ്ദേഹം ആ വടി ഉപയോഗിച്ചത് എന്തിനാ? അദ്ദേഹം ആ വടി ഉപയോഗിച്ചത് മൂസ, നിന്റെ കയ്യിൽ എന്താ മൂസ എന്ന് വെച്ച് പറഞ്ഞു. ഞാനിങ്ങനെ ഊന്നി നിൽക്കണ എന്റെ വടിയാണത്. അതുപോലെ തന്നെ എന്റെ ആടുകൾക്ക് ഞാൻ ഇങ്ങനെ ഇല കൊഴിച്ചു കൊടുക്കുന്ന വടിയാണ്. ആ വടി ആദ്യം ഇട്ടപ്പോ പാമ്പായി. ആ വടിയും കൈ പിടിച്ചിങ്ങനെ നിൽക്കുമ്പോ ഫിറൗന്റെ സംഘം തൊട്ടടുത്തെത്തി. ഏത് സമയവും അവരുടെ കയ്യിലെ വാള് ഇവരുടെ തലയിലെ ഉടലും തലയും രണ്ടാക്കുന്നുള്ളൊരു ഘട്ടമെത്തുമ്പോ അള്ളാഹ് പറയാണ്, നീ കടലിൽ അതുകൊണ്ട് അടിക്കുക. കടലിൽ അങ്ങോട്ട് അടിക്കുമ്പോ പോന്ന എല്ലാ കൊഴിക്കണ ഒരു വടി കൊണ്ടു അടിക്കുമ്പോ കോടിക്കണക്കിന് ലിറ്റർ വെള്ളം രണ്ടു ഭാഗത്തേക്കാണ് മാറിയെന്ന് മാത്രല്ല, നല്ല ഉണങ്ങിയ വഴി, ഖുറാനിൽ അങ്ങനെ തന്നെ കാണാം, ഉണങ്ങിയ വഴി പ്രത്യക്ഷപ്പെട്ടു. ആ വഴിയിലൂടെ അവരിങ്ങനെ നടന്ന്, രണ്ടു ഭാഗത്തും മല പോലെ വെള്ളം നിൽക്കുകയാണ്. അതിന്റെ ഇടയിലൂടെ അവരിങ്ങനെ നടന്ന് അപ്പുറത്ത് കയറിയപ്പോ കടൽ സാധാ പോലെ മാറി. അല്ലെ? തവക്കുലിന് എന്തും ചെയ്യാൻ പറ്റുന്നുള്ളതിന്റെ ഏറ്റവും ശക്തമായ ഒരു കാര്യമാണിത്. ഇത്തരം ചരിത്രങ്ങളെ മുൻനിർത്തിയാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത്, വലൗ തവക്കലൽ അബ്ദു അലല്ലാഹി ഹഖ്ഖ തവക്കുലിഹി, ഒരടിമ തവക്കുലാക്കേണ്ട വിധം തവക്കുലാക്കുകയാണെങ്കിൽ, ഭരമേൽപ്പിക്കേണ്ട വിധം ഭരമേൽപ്പിക്കുകയാണെങ്കിൽ, ഫി ഇസാലത്തി ജബലിൻ അൻ മക്കാനി, ഒരു പർവ്വതം അവിടെ നിന്ന് നീങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ട് എന്ന് വിചാരിക്കുക എങ്കിൽ, വകാന മഅ്മൂറൻ ബി ഇസാലത്തിഹി ലഅസാലഹു, എങ്കിൽ അത് നീങ്ങിയിരിക്കും. ഒരു അടിമയോട് ഒരു നിർദ്ദേശം ഉണ്ടെന്ന് വിചാരിക്കുക, ഈ പർവ്വതം ഒന്ന് അങ്ങോട്ട് നീക്കുന്ന് പടച്ചോൻ പറഞ്ഞെന്ന് വിചാരിക്കുക. അടിമ സംശയിക്കൊന്നും വേണ്ട. അടിമ എന്ത് ചെയ്യണം? പർവ്വതത്തിൽ തള്ളിക്കൊടുക്കണം, പർവ്വതം നീങ്ങിക്കോളും. അതാണ് തവക്കുൽ. യഥാർത്ഥത്തിൽ തവക്കുലിനെ ഹൃദയത്തിൽ ഏറ്റെടുത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ് എന്നാണ്. വത്തവക്കുലു ജാമിഉൻ ലിമഖാമി തഫ്വീൽ. എന്താ? 3-4 കാര്യങ്ങൾ തവക്കുലിൽ ചേരുന്നുണ്ട്, അപ്പോഴേ തവക്കുലാവുള്ളൂ. ശരിക്ക് കേട്ടോളി, 3-4 കാര്യങ്ങൾ ചേർന്നാലേ തവക്കുലാവുള്ളൂ. അതിൽ ഒന്നാമത്തത് എന്താ? ഒന്നാമത്തത് തഫ്വീലാണ്. ഒക്കെ റബ്ബിനെ ഏൽപ്പിച്ചു കൊടുക്കുക. തനിക്കൊരു കുഞ്ഞുണ്ടാകൂല എന്ന് ഡോക്ടർ 100% പറഞ്ഞു എന്ന് വിചാരിക്കുക. പക്ഷേ എനിക്കൊരു കുഞ്ഞുണ്ടാകൂല എന്ന് ഡോക്ടർ 100% പറഞ്ഞിട്ടും അയാള് ഇങ്ങനെ വിചാരിച്ചു, 90-95 വയസ്സായിട്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമൊക്കെ ഉണ്ടായിട്ടില്ലേ? ഡോക്ടർ മെഡിക്കൽ സാധ്യതകളൊക്കെ വെച്ചിട്ടല്ലേ പറയണേ എനിക്ക് കുഞ്ഞുണ്ടാവും. അയാള് 100% പ്രതീക്ഷയിൽ കുഞ്ഞുണ്ടാകും എന്നുള്ള പ്രതീക്ഷയിൽ മുന്നോട്ട് പോയി. തഫ്വീൽ ഉണ്ട്. അതുപോലെ തന്നെ വലിസ്തിആന, നിരാശ ഒട്ടുമില്ല. അയാൾ പിന്നെയും പടച്ചവനോട് സഹായം തേടുകയാണ്. അയാൾക്ക് 60 വയസ്സായി, അയാൾക്ക് 70 വയസ്സായി. അയാൾ പടച്ചവനോട് പിന്നെയും ഇസ്തിആന നടത്തുകയാണ്. എങ്കിൽ വര്യല്ലാ, തൃപ്തി. ഇനി കുഞ്ഞില്ലെങ്കിലും എനിക്കൊരു പ്രശ്നമില്ല എന്നുള്ള പൂർണ്ണമായ തൃപ്തി, അതൊക്കെ പടച്ചോന്റെ ഖലാഇന്റെ ഭാഗമാണ്
എന്നുള്ള തൃപ്തി, ഈ 3 കാര്യവും കൂടി ഒരു വ്യക്തിയിൽ ഉണ്ടാകുമ്പോൾ ലാ യുതസവ്വറു വുജൂദുഹു ബിദൂനിഹി, അത് ആ നിലക്കു തന്നെ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സംഭവിക്കുന്നതാണ്. ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച കൊല്ലത്തായിരുന്നു. അപ്പൊ എൻ്റെ ഞാൻ പ്രസ്ഥാനത്തിലുള്ളൊരു സുഹൃത്താണ്, പക്ഷെ അദ്ദേഹത്തെ ആദ്യമായിട്ട് പരിചയപ്പെടാണ്. പോണ വഴിക്ക് അദ്ദേഹത്തിന്റെ കടയിൽ ഇറക്കി, നമ്മളെ സുഹൃത്തുക്കൾ ഇറക്കി. മൂപ്പര് 3 കവറിൽ, ഞങ്ങൾ 3 ആളുണ്ട്, ഒരു ബേക്കറി പ്രൊഡക്റ്റ് ചെയ്യുന്ന ആളാണ്, ബേക്കറി ഉണ്ടാക്കണം. 3 കവറിൽ ഒരുപാട് സാധനം. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നമുക്കിത് ശീലമല്ല, അതുകൊണ്ട് ഒന്നും വിചാരിക്കരുത്, ഇങ്ങനെ ഈ സാധനം ഓരോരുത്തരുടെ തൊഴിലിടങ്ങളിൽ പോയി അവിടെ നിന്ന് ഓസിക്ക് സാധനം വാങ്ങണം, ശീലിക്കാത്തൊരു പ്രശ്നമുണ്ട്. ഞങ്ങളെല്ലാവരും കൂടി ഇന്ന് ഒറ്റ കവർന്ന് എടുത്തോളാം, 3 ആളും കൂടി. 3 ആളും ഒരേപോലെ പറഞ്ഞു അദ്ദേഹത്തോട്. അപ്പൊ അദ്ദേഹം അത് ഭയങ്കരമായിട്ട് പ്രഷർ ചെയ്ത്, അദ്ദേഹത്തിന് സങ്കടമായി. പിന്നെ ഹദിയ സ്വീകരിക്കാൻ പറ്റൂല എന്നുള്ള ഒരു നിലപാടിലൊക്കെ അദ്ദേഹം നിൽക്കുകയാണ്. അപ്പൊ ശരി, നമ്മൾ വാങ്ങിയിട്ട് പോകുന്നു. ഇപ്പൊ നമുക്ക് മനസ്സിൽ ഭയങ്കര അസ്വസ്ഥത ഉള്ളതുകൊണ്ട് ഞാൻ ഒരാളെ വിളിച്ചിട്ട് മൂപ്പർ വിശദമായിട്ട് പരിചയപ്പെട്ടു. വേറെ ആളോട് ചോദിച്ചു, മൂപ്പർ പറഞ്ഞു മൂപ്പർ അങ്ങനെയാണ്, മൂപ്പർ അങ്ങ് തിരുവനന്തപുരത്തുള്ള നമ്മളെ കോളേജിക്കൊക്കെ 25,000-ന്റെ സാധനമൊക്കെ കൊടുത്തേക്കുക. കാരണം ജീവിതം കൊണ്ട് ചിലത് ബോധ്യപ്പെട്ട ഒരാളാണ് മൂപ്പർ. ഒരു കുഞ്ഞുണ്ടാവൂല എന്ന് ഉറപ്പിച്ച് ഡോക്ടറൊക്കെ പറഞ്ഞിട്ടും പ്രാർത്ഥിച്ച് നീങ്ങി. കുഞ്ഞുണ്ടായപ്പോ ദുആഉൽ ലയാലി എന്നാ കുഞ്ഞിന് പേര് കൊടുത്ത്. രാവുകളിലെ പ്രാർത്ഥനയുടെ ഉത്തരമാണ് എൻ്റെ കുഞ്ഞ്. മനസ്സിലായില്ലേ? ദുആഉൽ ലയാലി എന്ന് പറഞ്ഞാൽ അതാ, രാവുകളിലെ പ്രാർത്ഥനയ്ക്ക് കിട്ടിയ ഉത്തരമാണ് കുഞ്ഞ്. കുഞ്ഞിന്റെ ഫോട്ടോ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു വാങ്ങി, എനിക്ക് ആ കുഞ്ഞിനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. മനസ്സിലായില്ലേ? അപ്പൊ സുഹൃത്തുക്കളെ, അത്രേ ഉള്ളൂ. നമ്മൾ 100% വിശ്വാസത്തോടെയും ബോധ്യത്തോടെയും റബ്ബിന്റെ മുമ്പ് പറയണം. പഠിക്കുന്ന ഒരു കുട്ടിയാണ്, മാത്സ് പഠിയണില്ല, ഫിസിക്സ് പഠിയണില്ല. എനിക്ക് ഫിസിക്സ് ഒന്നും പഠില്ല എന്നല്ല വിചാരിക്കണ്ടേ, നല്ലോണം പ്രാർത്ഥിക്കുക. ചിലപ്പോൾ നമുക്ക് പ്രത്യക്ഷമായിട്ട് തോന്നുന്നില്ല. നീണ്ട കാലം ആത്മാർത്ഥമായി കണ്ണു നിറച്ച് പ്രാർത്ഥിച്ചിട്ട് ഒരു കുഞ്ഞിനെ കിട്ടിയിട്ടില്ലെങ്കിൽ എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയിട്ടില്ല എന്നുള്ളിടത്തല്ല എത്തേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യുന്നറിയോ? ഒരു കുഞ്ഞിനെ കിട്ടുന്നതിലേറെ സ്വസ്ഥം ഒരു കുഞ്ഞിലൂടെ ഒരു വ്യക്തിക്ക് കിട്ടേണ്ടത് എന്താ? കാഴ്ചയിലെ കൺകുളിർമ മാത്രമല്ലല്ലോ, സംരക്ഷണവും സ്നേഹവും ഒക്കെയാണ്. അതൊക്കെ ചുറ്റുപാടുമുള്ള മനുഷ്യരിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിക്ക് കൊടുത്ത് അയാളുടെ ജീവിതം ധന്യമാക്കി കൊടുക്കും. അല്ലെങ്കിൽ ഇപ്പം വ്യത്യസ്തമായ വൈകല്യങ്ങളും വിഷമങ്ങളും ഒക്കെ ഉള്ള എത്രയോ ആളുകളുണ്ട്. കുഞ്ഞുണ്ടായി, ആ കുഞ്ഞിന് ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ വാർത്താമാധ്യമങ്ങളിലൂടെ വളരെ വ്യത്യസ്തമായ രീതിയിൽ ജനിച്ചൊരു കുഞ്ഞിനെ കുറിച്ച്, തികച്ചും വ്യത്യസ്തമായ വേദനാജനകമായ രീതിയിൽ ജനിച്ചൊരു കുഞ്ഞിനെ കുറിച്ച് കേൾക്കുന്നുണ്ടായി. ഇങ്ങനൊരു കുഞ്ഞിനെ എനിക്ക് കിട്ടി, ഇനി ഞാൻ എന്ത് ചെയ്യും എന്നുള്ള ടെൻഷനാണോ ഒരു വ്യക്തിക്ക് വേണ്ടത്? അല്ല, അത് അള്ളാഹു എനിക്ക് തന്നതാണ്, എന്നെ പരീക്ഷിക്കാൻ തന്നതാണ്. ആ പരീക്ഷണത്തെ അതിശക്തമായി ഞാൻ അതിജീവിക്കും എന്ന ചിന്തയാണ് ഒരു വ്യക്തിയുടെ മനസ്സിലുണ്ടാകുന്നത്. ശരിയായ തവക്കുൽ ഉള്ളിൽ കയറിയ ഒരു വ്യക്തി, അയാൾ എപ്പോഴും ശാന്തനായിരിക്കും. ഞാൻ ഇടയ്ക്ക് എൻ്റെ ഖുതുബകളിൽ ഈ വിഷയം വരുമ്പോഴൊക്കെ 2 പ്രവാചകന്മാരെ കോട്ട് ചെയ്യാറുണ്ട്. അത്രയും പറഞ്ഞാൽ തീരാത്തത്ര അനുഭവ ചരിത്രമുണ്ട് ആ പ്രവാചകന്മാരിൽ. ഒന്ന് അയ്യൂബ് അലൈഹി സ്വലാം. അയ്യൂബ് അലൈഹി സ്വലാമയുടെ കുട്ടികൾ, അദ്ദേഹത്തിന്റെ 11 മക്കളും മരിച്ചു. നിങ്ങളും ചിന്തിച്ചു നോക്ക്, സങ്കല്പിക്കാൻ പറ്റും നമുക്ക്? ഒരു മോൻ, ആ മോന്റെ രോഗം വന്ന് ചികിത്സിച്ച് ആ മോനെ മയ്യത്ത് മറമാടി വരുമ്പോ അടുത്ത മോൻ അസുഖം തുടങ്ങുക. 11 മക്കൾ മരിച്ചു. അവസാനം അദ്ദേഹത്തിനും രോഗം ബാധിച്ചു. അദ്ദേഹത്തിന്റെ സംസാരത്തിലോ എവിടെയെങ്കിലും നമ്മളൊരു പതർച്ച കാണുന്നുണ്ടോ? അയ്യൂബ് അലൈഹിസ്സലാമക്ക് രോഗം ബാധിച്ച സന്ദർഭം അദ്ദേഹം പറഞ്ഞു, റബ്ബീനി മസ്സനി അദ്ദുർ, എന്നെ ദുരിതം ബാധിച്ചിരിക്കുന്നു. വേറെ ഹദീസിലുള്ളത്, വേറെ ആയത്തിലുള്ളത്, റബ്ബീനി മസ്സനിയ ശൈത്താൻ, എനിക്ക് ശൈത്താൻ ബാധിച്ചിരിക്കുന്നു. അപ്പോ എന്താ വേണ്ടത്? വഅൻത അർഹമുർ റഹീമീൻ, നീ ഏറെ റഹ്മത്ത് ചൊരിയണോനാണ്, എനിക്ക് നീ റഹ്മത്തിനെ ചൊരിഞ്ഞു തരണേ എന്ന് പ്രാർത്ഥിക്കണം. അപ്പോഴോ ഫസ്തജബ്നാ ലഹു, അദ്ദേഹത്തിന് നമ്മൾ ഉത്തരം നൽകി. അദ്ദേഹം അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഉത്തരം നൽകി. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിന്റെ ചികിത്സിക്കണ അദ്ദേഹത്തിന്റെ ഭാര്യന്റെ മുടിയൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തത് കൊണ്ട് അദ്ദേഹം അതിസുന്ദരിയായിരുന്നു അവരെന്നാണ്. അപ്പൊ എന്താ, സ്ത്രീകളുടെ മുടി വിൽക്കുന്ന ഒരു രീതി ആ കാലത്ത് ഉണ്ടായിരുന്നു എന്നാണ്. അപ്പൊ ഇവരുടെ മുടിക്ക് വലിയ വില കിട്ടും, അത്രയും സുന്ദരിയാണ് അവര്. അത് വിറ്റിട്ടാണ് ഭർത്താവിനെ ചികിത്സിക്കുന്നതും സംരക്ഷിക്കുന്നതും. അത് കണ്ടപ്പോ നെഞ്ചു പൊട്ടി അദ്ദേഹം റബ്ബിനോട് പ്രാർത്ഥിക്കണം. ആക്ഷേപിച്ചില്ല, ഞാൻ ഇത്രയൊക്കെ ക്ഷമിച്ചിട്ട് എന്താ പഠിച്ചോനെ നീ എന്റെ പിന്നാലെ തന്നെ സൈക്കിൾ എടുത്ത് കൂടിയിടണമെന്ന് ചോദിച്ചില്ല. അതെന്താണ്? ആ വ്യക്തിയെ നമ്മളെ ചെക്ക് ചെയ്യാൻ വേണ്ടി പഠിച്ചോൻ ചെയ്യണത്, ചെക്ക് ചെയ്യാൻ വേണ്ടി. തുടർച്ചയായി മക്കൾ മരിക്കുന്നു, ദുരന്തങ്ങൾ ഉണ്ടാകുന്നു. അപ്പൊ ആൾക്കാർക്ക് തോന്നുന്നത് ആരെങ്കിലും എനിക്ക് ചെയ്തിട്ടുണ്ടാവും, ആരെങ്കിലും എനിക്ക് നേരെ ഏതെങ്കിലും ഒരാളെടുത്ത് പാഞ്ഞു പോവുകയാണ്. ഒരാൾ ഒരു ജോത്സ്യന്റെ അടുത്തോ ഒരു പ്രവചനക്കാരന്റെ അടുത്തോ പോയാൽ
അവന്റെ 40 ദിവസത്തെ നിസ്കാരം പോയി എന്നാണ്. ഫഖദ് അശറക, അവൻ ശിർക്ക് ചെയ്തു എന്നാണ്. ഇങ്ങനെ നമ്മൾ ചെയ്യോ നോക്കാൻ വേണ്ടിയാ പടച്ചോൻ ആ പണിയെടുത്ത്. ഇങ്ങനെ നമ്മൾ ചെയ്യോ നോക്കാൻ വേണ്ടിയാണ്. ചെല്ലുമ്പോ ചിലപ്പോ ഇവിടെ പറയും, എന്താ 100 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരാളെടുത്ത് നമ്മൾ ചെല്ലുമ്പോ ചിലപ്പോ അയാളോട് പറയും, അങ്ങനെ ഉണ്ടല്ലേ, അങ്ങനെ ഉണ്ടല്ലേ. അതോടുകൂടെ പിന്നെ അയാളെ അടിമയാകലാണ്. അത് ശരിക്കും സത്യമാണെന്ന് തോന്നുന്ന രീതി തന്നെ ആയിരിക്കും കാര്യങ്ങൾ പറഞ്ഞത്. ഇതെന്താ പ്രശ്നം എന്നറിയോ? ഈ പിശാചുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെ യഥാവിധിയുള്ള മസലകൾ പഠിച്ച ഒരാൾക്ക് ഒരു പേടി ഉണ്ടാവില്ല കേട്ടോ. ഒരു പേടി ഉണ്ടാവില്ല. പിശാച് എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ്. ഓനെ നമ്മൾ കൈകാര്യം ചെയ്ത് കളിയെന്നൊക്കെ വിചാരിച്ച് പിന്നെ എന്താ പറയാ, അത് പിശാചിന് ഉണ്ട് എന്ന് ഇസ്ലാം പഠിപ്പിച്ച അസല് നിഷേധിക്കണവർക്ക് ഇതിനൊന്നും ഉത്തരം ഉണ്ടാവില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ശൈത്താന്മാർ ഒരു ശൈത്താൻ മറ്റേ ശൈത്താന്റെ മേലെ ഇങ്ങനെ കയറി നിന്ന് ആകാശത്ത് മലക്കുകൾ പറയണ സംസാരങ്ങൾ കട്ടെടുത്തിട്ട് അത് അവനെ പൂജിക്കുന്ന ആൾക്ക് കൊണ്ടുവന്ന് കൊടുക്കും. അപ്പൊ എന്താ, ഇപ്പൊ ഈ വ്യക്തിയെ സംബന്ധിച്ച് മലക്കുകൾ എന്തെങ്കിലും ഒരു വർത്താനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവിടെ കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് സത്യസന്ധമായിട്ട് പുലരുമല്ലോ. അപ്പൊ എന്ത് ചെയ്യും? ഭയങ്കര ഔലിയപ്പാപ്പയാണ്. ഇങ്ങനെ ഒരാൾ പറഞ്ഞാൽ അയാൾ പിശാച് പൂജകന് ഏറ്റവും വലിയ കള്ളനുമാണ് എന്ന് ഉറപ്പിക്കണം. കാരണം എന്താ? ഗൈബിയായ ഒന്നും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് പോലും കിട്ടിയിട്ടില്ല. ഉണ്ടോ? സ്വന്തം ഭാര്യ മറ്റൊരാളുടെ കൂടെ ഒളിച്ചോടിപ്പോയി എന്ന് നാട് അടക്കം പറഞ്ഞ നേരത്തെ എന്താ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിനോട് പറഞ്ഞത്? ആയിഷ, വല്ല തെറ്റും പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ പൊറുക്കലിനെ തേടിക്കോട്ടോന്നാ. യുദ്ധം കഴിഞ്ഞ് മടങ്ങുമ്പോ ആയിഷ റളിയല്ലാഹു അൻഹ എന്തോ ആവശ്യത്തിന് പുറത്തുപോയി. അവരൊട്ടകക്കട്ടിലിൽ ഉണ്ടാകുന്ന ഒട്ടകത്തിന്റെ കട്ടിലേറ്റുന്ന മീൻസ് അവരെ ചുമക്കുന്ന, അവരെ ഏറ്റിയിട്ടാണ് കൊണ്ടുവരുന്നത്. ആ ഏറ്റുന്ന ആളുകൾ എന്ത് ചെയ്തു വിചാരിച്ചു, പക്ഷെ അവരതിന്റെ ഉള്ളിലില്ല. കാലിയായ ഒട്ടകക്കട്ടിൽ ഏറ്റിയതാരാ? ഔലിയാക്കളാ, അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത. അവർക്ക് മനസ്സിലായില്ല. ഈ ഒട്ടകക്കട്ടിലും കൊണ്ട് അവര് പോകുന്ന ആയിഷാ ബീവിക്ക് മനസ്സിലായില്ല, ബീവിയ അവർക്ക് മനസ്സിലായില്ല. ഈ യാത്രാ സംഘത്തിലുള്ള പ്രവാചക തിരുമേനിക്കും മനസ്സിലായില്ല. അവസാനം മദീനത്തെത്തുമ്പോ കാലിയായ ഒട്ടകക്കട്ടിൽ എവിടെ ആയിഷാ ബീവി? അബ്ദുല്ലാഹി ഇബ്നു ഉബൈ സലൂൽ എന്ന് പറഞ്ഞ കള്ളൻ മുനാഫിക്കും അവന്റെ കൂട്ടാളികളും കഥ ഉണ്ടാക്കി എന്താ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നി മറ്റൊരാളുടെ കൂടെ പോയതാണ്. 1 മാസം മദീന വേദനിച്ചു. സ്വഹാബത്തിൽ വെട്ടവർ പോലും ആ സംസാരത്തിൽ ഇടപെട്ടു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പ, അദ്ദേഹം അന്ന് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. അദ്ദേഹം അതിൽ ഇടപെട്ടു. ഞാൻ ചെലവിന് കൊടുക്കൂല എന്ന് പറഞ്ഞു നബി. ഞാൻ ചെലവിന് കൊടുക്കൂല നബിയെ എന്ന് പറഞ്ഞു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അത് പറ്റൂല, വാപ്പാക്ക് ചെലവിന് കൊടുക്കുന്ന പ്രവാചകൻ തിരുത്തി. അത്ര സംഭവങ്ങളുണ്ട്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബി, ആ സ്വഹാബിയെയും കൂട്ടി പ്രവാചകൻ ജൂതപ്പെണ്ണിന്റെ സദ്യക്ക് പോകുന്നുണ്ട്. ജൂതപ്പെണ്ണിന്റെ സദ്യക്ക് പോകുമ്പോ ആ പെണ്ണ് വിഷം കലർത്തിയ ഭക്ഷണം കൊടുക്കുകയാണ്. ആ സ്വഹാബി, ബിഷർ എന്ന് പറയുന്ന സ്വഹാബി, ആ വിഷം കഴിച്ച് അവിടെ മരിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിഷത്തെ ഇതങ്ങനെ തൊണ്ടയിൽ ജിബ്രീൽ ഇങ്ങനെ പിടിച്ചു വെച്ചു. വഹി വന്നു, പ്രവാചകൻ തുപ്പിക്കളഞ്ഞു. ഇനി കേട്ടോളി, മരിക്കാൻ കിടക്കുമ്പോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അന്ന് ഖൈബറിൽ നിന്ന് ജൂതപ്പെണ്ണ് തന്ന വിഷത്തിന്റെ വേദന എനിക്കിപ്പോ ഫീൽ ചെയ്യുന്നുണ്ട്. പ്രവാചകന്റെ വഫാത്തിന്റെ കാരണമായി വരെ പരിഗണിക്കുന്നത് അതാണ്. അപ്പൊ ഇതിൽ വിഷം ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് പ്രവാചകൻ പോയതാ. ഇതിൽ വിഷം ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് സ്വന്തം സ്വഹാബിക്ക് ആ സ്വഹാബിയെ ആ വിഷത്തിൽ നിന്ന് പ്രവാചകൻ സംരക്ഷിച്ചിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? അത് അറിഞ്ഞുകൊണ്ടാണെങ്കിൽ അത് കൊലക്ക് കൊടുത്തതാന്ന് പറയില്ലേ? എത്ര സംഭവങ്ങളുണ്ട്, എത്ര ചരിത്രം വേണം. ഉഹദിന്റെ രണഭൂമിയിൽ പ്രവാചകന് വേണ്ടി ഒരുക്കിയ കുഴിയിൽ പ്രവാചകൻ വീണില്ലേ? പല്ല് പൊട്ടിയില്ലേ? ആ പൊട്ടിയ പല്ലുമായിട്ടല്ലേ ലോകത്തോട് പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിച്ചത്. അപ്പൊ ഇങ്ങനത്തതൊക്കെ ഉണ്ടായിരിക്കെ അവിടെ പോയാൽ കിട്ടും, ഇവിടെ പോയാൽ കിട്ടും, അപ്പുറത്ത് പോയാൽ കിട്ടും. തവക്കുല് പൊളിക്കണ ഏറ്റവും വലിയ സാധനമാണിത്. തവക്കുൽ പൊളിക്കണേ. നീ എവിടെങ്കിലും പോയി അങ്ങനെ കിട്ടിയ അതിന്റെ അർത്ഥം എന്താ? ആയിഷാ ബീവി പ്രവാചകനോട് ചോദിക്കണം, നബിയെ ജ്യോത്സ്യന്മാർ പറഞ്ഞ ചിലതൊക്കെ ശരിയാകുന്നുണ്ടല്ലോ. അള്ളാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞേ? അവന്റെ കൂടെയുള്ള ശൈത്താൻ പറഞ്ഞു കൊടുക്കും, ആയിക്കൂടെ കുറച്ചും കൂടി കളവൊക്കെ ചേർത്തിട്ട് ഓനാണ് പറയുമ്പോൾ ചിലപ്പോൾ ശരിയായിട്ട് വരും. അപ്പൊ ആളുകൾ വിചാരിക്കും എന്ത് ഭയങ്കര ഹക്കാണ്. അങ്ങനെ ഒരാൾ പറഞ്ഞത് സെറ്റായി വന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉറപ്പിച്ചോളി, അയാൾ ആരാണെങ്കിലും അയാൾ പിശാച് പൂജകനാണ്, ശൈത്താനെ തൃപ്തിപ്പെടുത്തുന്ന ആളാണ്, ശൈത്താനെ തൃപ്തിപ്പെടുത്തി കാര്യം നേടാൻ നോക്കുന്ന ആളാണ്. അയാൾ ഇസ്ലാമിക ഭരണകൂടത്തിൽ ജീവിക്കുന്ന ആളാണെങ്കിൽ അയാൾ കഴുത്തു വിട്ടു. അയാൾ ആ കറാമത്തുണ്ട്, ഔലിയപ്പാപ്പയാണെന്നല്ലേ ഇതിന്റെ അർത്ഥം. നമ്മൾ ഗൗരവത്തിൽ പഠിക്കേണ്ട മസലയാണ്. ഇമാം ഷാഫി റഹിമഹുല്ല പറഞ്ഞു, ഒരാൾ വെള്ളത്തിന്റെ മേലെ കൂടെ ഇങ്ങനെ നടക്കണ കണ്ടാലും അയാൾ ഔലിയാണെന്നൊന്നും നീ വിചാരിക്കണ്ട. കാരണം നിന്റെ വിശ്വാസം പഴപ്പിക്കാൻ ശൈത്താൻ അയാളെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കും.
ഷെയ്ത്താൻ ചിലപ്പോൾ അയാൾക്ക് അങ്ങനത്തെ ചില സിദ്ധികളൊക്കെ കൊടുക്കും. അപ്പൊ സിദ്ധികളും അത്ഭുത പ്രകടനങ്ങളൊന്നും ഒരു വ്യക്തിയെ മഹത്വവൽക്കരിച്ച് അയാളോട് പ്രാർത്ഥിക്കാനും ചോദിക്കാനുള്ള തെളിവൊന്നുമല്ല. കറാമത്ത് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഇസ്ലാമിക ചരിത്രത്തിൽ. സ്വഹാബത്തിൽപ്പെട്ട ഒരാൾ വിളിച്ചല്ല, രണ്ടാളുകൾക്ക് ക്ലാസ് കഴിഞ്ഞ് മടങ്ങാൻ വിളിച്ചല്ല, പെട്ടെന്ന് മുറ്റത്ത് വന്നിട്ട് വരി നമുക്ക് പോകാന്ന് പറഞ്ഞ ഒരാൾ. രണ്ടാൾക്ക് രണ്ട് വഴിക്ക് നീങ്ങണം. അപ്പൊ പെട്ടെന്ന് ഒരാൾ വന്നു, നിങ്ങൾ എൻ്റെ കൂടെ പോരിയാറ്. രണ്ടാളും മുറ്റത്തെത്തി തിരിഞ്ഞു നോക്കുമ്പോൾ ആളെ കാണാനില്ല. ഇസ്ലാമിക ചരിത്രത്തിലുള്ളതാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അത് അള്ളാഹുവിന്റെ അടുത്ത് നിങ്ങൾക്ക് സഹായിയായിട്ട് പഠിച്ചും പറഞ്ഞയച്ചതാണ്. അതുകൊണ്ട് ഇനി ഈ സ്വഹാബിമാരെ ആരെങ്കിലും വെളിച്ചത്തിന് വേണ്ടി ചോദിച്ചോ? അവരെ ഖബർ പൊങ്ങിയോ? ആരെങ്കിലും അവിടെ പച്ച മൂടിയോ? ആരെങ്കിലും അവിടെ വിളക്ക് കത്തിച്ചോ? എന്താ സഹോദരന്മാരെ നമ്മൾ ചിന്തിക്കാത്തത്? തവക്കുലിന്റെ അസുൽ പൊളിയിനോടത്ത് നമ്മുടെ വിശ്വാസം പൊളിയും. അതുകൊണ്ടാണ് കൃത്യമായി പണ്ഡിതന്മാര് ഇങ്ങനെ തന്നെ ഈ വിഷയങ്ങളൊക്കെ പഠിപ്പിച്ചത്. നോക്കൂ നിങ്ങൾ, ചരിത്രത്തിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ നമ്മൾ കാണുന്നുണ്ട്. ഹസ്ബുൻ അല്ലാഹു വനിഅമൽ വക്കീൽ. ഹസ്ബുൻ അല്ലാഹ്, നമുക്ക് അല്ലാഹ് മതി. വനിഅമൽ വക്കീൽ, അവൻ എത്ര മനോഹരമായി നിലയ്ക്ക് ഈ കാര്യങ്ങൾ തവക്കുലാക്കാൻ ഏൽപ്പിക്കപ്പെടാൻ പറ്റിയവനാണ്. നോക്കൂ നിങ്ങൾ, ഇബ്രാഹിം അലൈഹിസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാം ഇത് പറഞ്ഞു ഹീന ഉൽഖിയ ഫിന്നാർ, അദ്ദേഹത്തെ നരകത്തിലേക്ക് ഇട്ടപ്പോ. വഖാലഹ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് ആവർത്തിച്ചു. എപ്പോ? ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും ഫസാദഹും ഈമാന, ജനങ്ങൾ നിങ്ങൾക്കെതിരിൽ സംഘടിച്ചിരിക്കുന്നു, യുദ്ധമുഖം തുറക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഇത് തന്നെ പറഞ്ഞു. അപ്പോൾ അവര് ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ എന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, അല്ലാഹ് ഞങ്ങൾക്ക് മതി, ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കാൻ, ബാധ്യതകൾ ഏൽപ്പിക്കാൻ ഏറ്റവും നല്ലത് റബ്ബാണ് എന്ന് പറയുന്ന കാര്യം ഉണ്ടല്ലോ, ആ വാചകം ഉണ്ടല്ലോ, ഞാൻ എപ്പോഴും പറയും, അതൊരിക്കലും കാലിഗ്രാഫിയിൽ ഇങ്ങനെ എഴുതിയിട്ട് മനോഹരമായി വീട്ടിൽ ഫ്രെയിം ചെയ്ത് വെക്കാനുള്ളതല്ല. അത് നിലപാടായി ജീവിതമായി നമുക്ക് ഏറ്റെടുക്കാനുള്ളതാണ്. അതെപ്പോഴേ ഉണ്ടാവുള്ളൂ. അള്ളാഹുവിനെ അറിയണം, റബ്ബിനെ അറിയണ ഒരാൾക്കേ തവക്കുലാക്കാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ അത് മതിയാകൂല. ഇനി ഒരിക്കലും നമ്മൾ വിചാരിക്കരുത് എന്തറിയോ, തവക്കുലാക്കുക എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഇങ്ങനെ പടച്ചോനോട് കൊടുത്തിട്ട് ഇങ്ങനെ വെറുതെ ഇരിക്കലാണ്. അതൊക്കെ പ്രവാചകൻ ശരിയാവിധം ചരിത്രത്തിൽ നമുക്ക് പൊളിച്ചു തന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്കത് വ്യക്തമാക്കി തന്നിട്ടുണ്ട്. എന്താ? വഅഇദ്ദു ലഹും മസ്തതഅതും മിൻ ഖുവ്വ, യുദ്ധത്തിന് പോണവരോട് പറഞ്ഞു, നിങ്ങൾ വേണ്ട ആയുധങ്ങളും സംഗതിയൊക്കെ സംഭരിക്കണം. എന്താ? ബദറിൽ മലക്കുകൾ ഇറങ്ങി സഹായിച്ചിട്ടുണ്ട് അല്ലെ? മലക്കുകൾ ഇറങ്ങി സഹായിച്ചിട്ടുണ്ട് ബദറിൽ. അത് കുറെ മലക്കുകളൊക്കെ വന്നോളൂ, നമ്മൾ അങ്ങനെ ആയുധം ഒന്നും എടുക്കണ്ടെന്നല്ല. വഅഇദ്ദു ലഹും മസ്തതഅതും മിൻ ഖുവ്വ, നിങ്ങൾ ആയുധങ്ങളൊക്കെ എടുത്ത് സെറ്റായിട്ടാണ് പോകേണ്ടത്. നിങ്ങളെടുത്തുള്ളതൊക്കെ നിങ്ങൾ എടുക്കണം. അതാണ് ആ പാഠം. അള്ളാഹുവിന്റെ പ്രവാചകൻ നയിക്കുന്ന യുദ്ധത്തിന് പോകുമ്പോൾ പോലും ആയുധം എടുക്കാൻ പറഞ്ഞത് എന്തുകൊണ്ടാ? നമ്മൾ ചെയ്യേണ്ട ഭാഗം നമ്മൾ ചെയ്യണം, എന്നിട്ടാണ് തവക്കുലാക്കേണ്ടത്. നോക്കൂ നിങ്ങൾ, മാത്രല്ല ഫൈദാ ഖുദിയത്തി സ്വലാത്ത് ഫന്തശിറൂ ഫിൽ അർളി വബ്തഗു മിൻ ഫദ്ലില്ലാഹ്, വെള്ളിയാഴ്ചനെ കുറിച്ച് പറഞ്ഞു. നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഭൂമിയിൽ വ്യാപിക്കണം, എന്നിട്ട് നിങ്ങളെ തൊഴിലെടുക്കണം. ഞാൻ അങ്ങനെ അവിടെ പ്രാർത്ഥിച്ചിരുന്നാൽ എനിക്കിട് വന്നോളൂന്നല്ല, നമ്മൾ എടുക്കാനുള്ള പണി എടുക്കണം, എന്നിട്ട് പ്രാർത്ഥിക്കണം, കൂടെ പ്രാർത്ഥിക്കും വേണം. അപ്പോ ഇരട്ടിക്കിരട്ടി ഫലവും ബർക്കത്തൊക്കെ ഉണ്ടാവും. ഒരാളെടുത്ത് 10 കോടി ഉറുപ്പ്യുണ്ട്, അത് തീരാൻ വല്ല പണിയുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരാളെടുത്ത് 10 കോടി ഉറുപ്പ്യുണ്ട്, അത് തീരാൻ വല്ല പണിയുണ്ടോ? മതിയാവില്ല. അയാൾക്കൊരു സെറിബൽ പാൾസി എന്ന് പറയുന്ന അസുഖമല്ലേ, നമ്മൾ കണ്ടല്ലോ, 17 കോടി ഇഞ്ചക്ഷൻ്റെ കഥയൊക്കെ കേട്ടല്ലോ. അങ്ങനെ ഒരു കുഞ്ഞായൊക്കെ ജനിച്ചാൽ അയാളെ 10 കോടി കഴിഞ്ഞില്ലേ? ഖലാസ്, അത്രേ ഉള്ളൂ. എന്നാലോ ഒരാൾക്കൊരു 100-700 റുപ്യ ഡെയിലി കിട്ടുന്നുണ്ട്, വലിയ അസുഖങ്ങളോ രോഗങ്ങളൊന്നും ഇല്ലാതെ അങ്ങനെ ഹയറായിട്ട് പോവുകയാണ്. 1/2 കിലോ മീൻ വാങ്ങും അല്ലേ, അരിയും, അങ്ങനെ 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 പോവുകയാണ്. വലിയ ആർഭാടൊന്നുമില്ല, പക്ഷേ മനസ്സിന് ഭയങ്കര സുഖമാണ്. അതാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആനന്ദം എന്ന് പറയുന്നത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടുത്ത് വന്നിട്ട് ഒരാൾ ചോദിക്കുന്നുണ്ട്, നബിയെ, ഞാൻ ഈ ഒട്ടകത്തെ ഇവിടെ കെട്ടിട്ടിട്ട് തവക്കുലാക്കണോ കെട്ടിടാതെ തവക്കുലാക്കണോ? ഒരാളോട് വരികയാണ്, ഖുറാൻ ക്ലാസ്സൊക്കെ പാഞ്ഞൊരു കയറി അവിടെ ഇരിക്കുക. അയാൾ ഒട്ടകത്തെ കെട്ടിയിട്ടില്ല. അവർ ഞാൻ തവക്കുലാക്കിയാണ് നബി എന്ന് പറഞ്ഞു. പോയി ഒട്ടകത്തെ കെട്ടിട്ടിട്ട് തവക്കുലാക്കുക. കാരണം എന്താ? ഒട്ടകത്തെ കെട്ടിട്ടാലും അതിന്റെ കെട്ട് പൊട്ടിച്ചത് പോകാലോ. അപ്പം നമ്മൾ ചെയ്യാനുള്ള ഭാഗം നമ്മൾ ചെയ്തിട്ടാണ് യഥാർത്ഥത്തിൽ തവക്കുൽ ഉണ്ടാകേണ്ടത്. തവക്കൽ അലർ റഹ്മാനി ഫീ കുല്ലി ഹാജത്തിൻ. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹിന്റെ ഒരു കവിത ഉണ്ട്, തവക്കൽ അലർ റഹ്മാനി ഫീ കുല്ലി ഹാജത്തിൻ. എല്ലാ ആവശ്യത്തിനും നീ നിന്റെ റബ്ബിനെ തവക്കുലാക്കണം. വലാ തുസിറന്നൽ അജ്സ യൗമൻ അല തലബി. എന്താ? ഒരു കാരണവശാലും എന്താണ്
നിന്റെ അന്വേഷണങ്ങൾ നീ പടച്ചവനോട് ചോദിക്കുന്നത് ആലസ്യത്തിൽ നിന്നാകരുത്. അലസനായിട്ട് എന്താ ഒരു പണി എടുക്കാതെ ഒന്നും ചെയ്യാതെ ചോദിച്ചുകൊണ്ടിരുന്നാൽ നിനക്ക് കിട്ടൂല. എന്നിട്ട് ഉദാഹരണം പറയാണ്, അലം തറ അൻ അല്ലാഹ ഖാല അലി മറിയം, മറിയമിനോട് അല്ല പറഞ്ഞത് നിനക്കറിയില്ലേ? ഇലൈക്കി ഫഹുസ്സി നിനക്ക് പിന്നെ ഈത്തപ്പന മരത്തിൽ പോയിട്ടൊന്ന് കുലുക്ക് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് നിനക്കറിയില്ലേ? വലൗശാ അൻ തജ്നീഹി മിൻ ഗൈരി ഹസ്സിഹി കുല്ല ശൈഇൻ ലഹു ജനതുഹു വലാകിൻ കുല്ല ശൈഇൻ ലഹു സബബു. എന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഈത്തപ്പഴം കുലുക്കാതെ തന്നെ താഴേക്ക് വീഴുമായിരുന്നല്ലോ, അവരുടെ കയ്യിലേക്ക് കിട്ടുമായിരുന്നല്ലോ. ഞാൻ എന്റെ കഴിഞ്ഞ ഖുത്ബി പറഞ്ഞു, ശത്രുക്കൾ കുരിശിലേറ്റുന്ന വ്യക്തിയുടെ കയ്യിൽ, ആ സ്വഹാബിയുടെ കയ്യിൽ ഞങ്ങൾ ഈത്തപ്പഴം കണ്ടു. ആ ഈത്തപ്പഴം ആ പ്രദേശത്ത് ജസീറത്തുൽ അറബിൽ ആ കാലത്ത് ഉണ്ടാകുന്ന ഈത്തപ്പഴമേ ആയിരുന്നില്ല എന്ന് സ്വഹാബത്ത് പറഞ്ഞു. അങ്ങനെ വേണമെങ്കിൽ പഠിച്ചുകൊണ്ട് കൊടുക്കാലോ. എന്തിനാ മറിയം ബീവിന്റെ ചരിത്രത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കിയത്? അവര് ഗർഭിണിയായിരിക്കും, അവരോട് കുലുക്കാൻ പറഞ്ഞത് എന്താ? തവക്കുല് മാത്രം പോരാ, മനുഷ്യർ ചെയ്യേണ്ടതൊക്കെ ചെയ്യണം. നമ്മളെ പാർട്ടിൽ നിന്ന് നമ്മൾ ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ടാണ് വേണ്ടത്. പരീക്ഷയ്ക്ക് ഇരിക്കുന്ന കുട്ടി ഒക്കെ തവക്കുലാക്കലല്ല, ഓനെ പരമാവധി പഠിക്കണം, പരമാവധി ശ്രമിക്കണം, അല്ലേ? ഒരാൾ പരമാവധി ചെയ്യാനുള്ളതൊക്കെ ചെയ്യണം, എന്നിട്ട് വേണം ഇറങ്ങാൻ. രാവിലെ വണ്ടി എടുത്ത് ഇറങ്ങാണ്, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ല, എല്ലാ ദിക്റും ചൊല്ലിട്ട് വണ്ടി ഓണാക്കി വരികയാണ്. എന്നിട്ട് സൂക്ഷിക്കേണ്ടതൊക്കെ സൂക്ഷിച്ചിട്ട് ഒന്നുമില്ല, വളരെ അപകടകരമായ ഒരു സ്ഥലത്തൂടെ ഞാൻ തവക്കുലാക്കിന്ന് പറഞ്ഞ വണ്ടി ഡ്രൈവ് ചെയ്താൽ കുത്തിമറിഞ്ഞ് വീഴും. അങ്ങനെ ചെയ്യണിന്റെ മുമ്പ് പള്ളിക്കെ കുളിച്ച് 6 അടി നീളത്തുള്ള കവറുണ്ടാക്കാൻ പറഞ്ഞ അത്രേ ഉള്ളൂ, അല്ലെ? നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യാതെ തവക്കുലാക്കുക എന്ന് പറഞ്ഞ പരിപാടി ഇല്ല. വളരെ കൃത്യമായി വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ച ചില വചനങ്ങളുണ്ട് സഹോദരന്മാരെ. ആ വചനങ്ങൾ ആഴത്തിൽ ഉൾക്കൊണ്ട് ജീവിതം ക്രമീകരിച്ചാൽ ഒരു പ്രശ്നമല്ല, അല്ലെ? ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ഖുത്ബയിൽ പറയാം. തവക്കുൽ കൊണ്ട് കിട്ടുന്ന നേട്ടങ്ങൾ അടുത്ത ഖുത്ബയിൽ ഞാൻ പറയാൻ വിചാരിക്കുന്ന കാര്യം അതാണ്. ചില ചരിത്രങ്ങളും ചില സംഭവങ്ങളൊക്കെ കണ്ടാണ്ടല്ലോ, ശരിക്കും ഇപ്പൊ ഇന്ന് ഈ ഞാൻ വായിച്ച ആ ഭാഗമൊക്കെ വായിക്കുമ്പോൾ മനസ്സിന് കിട്ടുന്ന ഒരു ആശ്വാസം, ഒരു വെളിച്ചമൊക്കെ വലുതാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ഖുത്ബയിൽ ആ കാര്യങ്ങൾ പറയാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സൃഷ്ടാവും സംരക്ഷകനുമായ റബ്ബിനെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും കാത്തു സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്താൻ ഉത്ബോധിപ്പിക്കുകയാണ്. സഹോദരന്മാരെ, ദീനിയായ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന വെളിച്ചം വളരെ വലുതാണ്. ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞ പ്രാർത്ഥനയാണ് ഞാൻ ഇന്ന് അവസാനം ഉദ്ധരിച്ചത്. എന്താണ്? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ തവക്കുലാക്കിയിരിക്കുന്നു, എല്ലാ കഴിവും ശക്തിയും അള്ളാഹുവിനാണെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി ആകാശത്ത് നിന്ന് 3 ശബ്ദം ഉണ്ടാകുന്നതാണ്. ഹുദീത്ത, ഇന്നത്തെ ദിവസം നിനക്ക് വഴി തെറ്റൂല, മീൻസ് നിന്റെ തീരുമാനങ്ങളൊന്നും തെറ്റൂല, നീ എടുക്കുന്ന തീരുമാനം പക്കയായിരിക്കും. വ കുഫീത്ത, നീ ചൊല്ലിയ ഈ പ്രാർത്ഥന നിനക്ക് മതി. വ വുഖീത്ത, നീ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഇത് പറയുമ്പോൾ ഇത് ഒരു വ്യക്തി പ്രാർത്ഥിച്ചാൽ ഒരാളെ ശൈത്താൻ മറ്റവനോട് പറയുന്നതാണ്, കൂടെയുള്ള കരിയും പറയുന്നതാണ്, നിന്റെ ചങ്ങായി ദിക്റൊക്കെ ചൊല്ലി നിനക്കൊന്നും ഇന്ന് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നതാണ്. അപ്പം ഇത് പഠിച്ച ഒരാൾക്ക് ഈ വെളിച്ചത്തോടു കൂടെ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പഠനം ഭയങ്കര പ്രധാനമാണ്. പഠനത്തിന്റെ കാര്യത്തിൽ ഫർള് ഐനായി പഠിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്, അത് നമ്മൾ ശരിയായ വിധം പഠിക്കണം. പഠനത്തിന്റെ കാര്യത്തിൽ ഖുർആൻ പഠിക്കാൻ പറഞ്ഞത് ആദ്യം പഠിക്കാൻ പറഞ്ഞത് കേട്ടിട്ടല്ല. ആദ്യം പഠിക്കാൻ പറഞ്ഞ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, വായിച്ചിട്ടാ പഠിക്കാൻ പറഞ്ഞത്. അതുകൊണ്ട് വായന ഏറ്റവും പ്രധാനമാണ്. ഇസ്ലാമികമായ ഗ്രന്ഥങ്ങൾ വായിച്ചുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് ഏത് ഗ്രന്ഥവും, ഇബ്നു കസീറോ ഏത് ഗ്രന്ഥവും നമ്മൾ ഉദ്ദേശിക്കുന്ന ഭാഷയിൽ വായിക്കാൻ കഴിയുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അൽഹംദുലില്ലാഹ്, എല്ലാ ആഴ്ചയും അതാത് ആഴ്ചയിലെ മർമ്മങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പ്രസിദ്ധീകരിക്കുന്ന പ്രസിദ്ധീകരണമാണ് നേർപഥം. അതൊരു വായനയുടെ ഒരു നല്ല വഴിയാണ്. അതിൽ ആദ്യത്തെ ലേഖനം, ഇപ്പം നിങ്ങൾ കഴിഞ്ഞ നേർപഥം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മുനമ്പത്തെ വഖഫുമായി ബന്ധപ്പെട്ട വിഷയമായിരിക്കും. ഓരോരോ പാർട്ടികളും പ്രസ്താവനകളൊക്കെ വരുമ്പോൾ അതിലൊരു കൺഫ്യൂസ്ഡ് ആയിരിക്കും ഇത്തെ കാര്യങ്ങൾ. അതിൻ്റെ ഒരു ശരിയായ വശമായിരിക്കും അതിൽ കൊടുക്കുക. ഓരോ ആഴ്ചത്തും നിങ്ങൾ എടുത്തു നോക്കും, ആ ആഴ്ചയിലൊരു വിവാദ വിഷയത്തെക്കുറിച്ച് അതിൽ ഒരു വ്യക്തിക്കുണ്ടാകേണ്ട കാഴ്ചപ്പാടായിരിക്കും. അതേപോലെ തഫ്സീർ സഅദി, ഇമാം സഅദി റഹിമഹുള്ളയുടെ തഫ്സീർ, അതിൽ ഒരു പരിഭാഷ ഉണ്ടാകും. അതേപോലെ ചില ആശയ വിഷയങ്ങൾ ഉണ്ടാകും, കുടുംബ വിഷയങ്ങൾ ഉണ്ടാകും, ചില സംശയ ദൂരീകരണങ്ങളുണ്ട്. 600 റുപ്യാണ് അതിൻ്റെ വില. ഇപ്പൊ ചില ആളുകൾ പറയും നമ്മളത് വാങ്ങിയ റാപ്പർ പൊട്ടിക്കല്ല,
അത് നമ്മുടെ ഒരു തെറ്റാണ്. ആ തെറ്റ് നമ്മൾ തിരുത്തണം എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ അതൊക്കെ വായിക്കാൻ എവിടെ സമയം? സമയമുണ്ടാക്കണം. യാ ഇബാദി തഫറൽ ഇബാദത്തി, സമയമുണ്ടാക്കണം. അങ്ങനെ സമയമുണ്ടാക്കി ചെയ്താൽ അസുദ്ദു ഫഖറക്, നിന്റെ ദാരിദ്ര്യം ഞാൻ തടയും. അള്ളാഹുവിന്റെ റസൂൽ പറയാം. കച്ചവടത്തിന്റെ തിരക്കിന്റെ ഇടയിൽ എവിടെ അതിന് സമയം നമ്മൾ ചോദിക്കണത്? ചിലതിന് സമയം ഉണ്ടാക്കി ചെയ്യണം. നിസ്കരിക്കാൻ നമ്മൾ സമയം ഉണ്ടാക്കണില്ലേ? ഉണ്ടാക്കി ചെയ്യണം. അത് ശീലിക്കണം അല്ലെ? വീട്ടിലെല്ലാവരോടും ഒന്നിച്ചിരുന്ന് മോള് വായിക്കട്ടെ, നമുക്ക് കേൾക്കാം. കുട്ടികളെ വായനയും ശരിയാകും, നമുക്കത് കേൾക്കലും ആകും, വീട്ടിലൊരു പുതിയ സംസ്കാരമാകും, പുതിയൊരു കൈപിടിക്കലാകും. അതുകൊണ്ട് അത് വരി ചേർക്കേണ്ടുന്ന ഒരു ഘട്ടമാണിത്. ഒരു 600 രൂപയാണ് നമ്മൾ വാങ്ങിയ ഒരു ഷർട്ടിന്റെ വിലയുടെ പകുതി ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാകുക. 1 കിലോ ഇറച്ചി കൊടുക്കണം, വലിയൊരു പൈസ അല്ലേ? നമ്മളെ നാട്ടിലെ 250 കിട്ടുള്ളൂ, വേറെ പലയിടത്തും അത്ര കിട്ടൂല. 300 നമ്മളെ നാട്ടിലേ കിട്ടുള്ളൂ. വേറെ പലയിടത്തും അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും പോയാൽ, കഴിഞ്ഞ ദിവസം ഞാനൊരു സദസ്സിൽ ചോദിച്ചു, 500 റുപ്യക്കാണ് ഓരോ സ്ഥലത്ത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് ശീലാകണം. മാത്രമല്ല, നമ്മൾ വാങ്ങുമ്പോൾ വായിക്കുന്നവർക്ക് അത് ചെറിയ വിലക്ക് കൊടുക്കാൻ പറ്റും. വായിക്കുന്ന എത്രയോ ആളുകളുണ്ട്. ഇവിടുത്തെ ഓരോ മാധ്യമ പ്രവർത്തകരുടെ ഒക്കെ മേശപ്പുറത്ത് ഇത് എത്തിക്കണ ഒരു രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്യണത്. അതുകൊണ്ട് എല്ലാവരും ആ ഒരു സംരംഭവുമായി സഹകരിക്കണം എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ദീനിയായ വൈജ്ഞാനികമായ അതിലുള്ള ലേഖനങ്ങൾ ഓരോന്നും പിന്നീട് പുസ്തകങ്ങളായി പ്രസിദ്ധീകരിക്കലാണ്. അതുകൊണ്ട് അത് സ്വതക്ക ജാരിയാണ്. ഒരു സ്വതക്കന്റെ മനസ്സോടുകൂടിയെങ്കിലും നമ്മൾ അതിനെടുക്കണം. വേറെ ഒരു ധാരാളം പുസ്തകങ്ങൾ, അതുകൊണ്ട് എല്ലാ ആഴ്ച ഇത് ഇറങ്ങുമ്പോൾ ധാരാളം പുസ്തകങ്ങൾ ഇറങ്ങാൻ കാരണമാകട്ടെ എന്നൊക്കെ ഉള്ള നിൽക്കെങ്കിലും അത് എടുക്കണം എന്നുള്ളത് സാന്ദർഭികമായി എല്ലാവരും ഉണർത്തുകയാണ്. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അവന്റെ മോമിനുകളിൽ, മുഖ്ലിസുകളിൽ, മുത്തഖീങ്ങളിൽ അവൻ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിനെ ജീവിതമാക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാകട്ടെ. രോഗികളായി കഴിയുന്നവരുണ്ട്, അവർക്ക് അള്ളാഹു ശമനം നൽകുമാറാകട്ടെ. അപകടങ്ങളിൽ മരണപ്പെട്ടു പോയവരുണ്ട്, അവർക്ക് അള്ളാഹു മഗ്ഫിറത്തിനെ കൊടുക്കുമാറാകട്ടെ. മാറാരോഗങ്ങളിൽ നിന്ന് ചികിത്സ തേടുന്നവരുണ്ട്, അവർക്ക് അള്ളാഹു ആശ്വാസം കൊടുക്കുമാറാകട്ടെ. കുഞ്ഞുങ്ങളെ പ്രതീക്ഷിക്കുന്നവരുണ്ട്, അതിനുവേണ്ടി വലിയ ത്യാഗങ്ങൾ എടുക്കുന്നവരുണ്ട്. നമ്മുടെ ഈ പള്ളിയിൽ പങ്കെടുക്കുന്ന നമ്മുടെ ഒരു സഹപ്രവർത്തകന്റെ മകൾ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് അത്രയും വലിയ കഠിന പ്രയത്നങ്ങളാണ് ആ ജീവിതത്തിൽ എടുക്കുന്നത്. ആ കുഞ്ഞിനെ ഏറ്റവും ഹൈറായ നിലക്ക് ലഭിക്കാനും ചികിത്സ ഏറ്റവും എളുപ്പമാകാനും അതോടൊപ്പം ആ കുഞ്ഞിലൂടെ കുടുംബത്തിനും സമൂഹത്തിനും ഒക്കെ ഉപകാരം ലഭിക്കാനുമുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, اللهم اعز الاسلام والمسلمين واذل الشرك والمشركين، ربنا آتنا في الدنيا حسنه وفي الاخره حسنه ربنا وقنا عذاب النار. امين امين برحمتك يا ارحم الراحمين. والحمد لله رب العالمين.